ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിതാ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചോറാണ്. അപ്പോൾ അതിലേക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചമ്മന്തി ഉണ്ടാക്കും ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വന്നത്. പണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുക്കുക. നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ അരിഞ്ഞ് കഴിയട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, കണ്ണ് എരിയുന്നുണ്ട്. ചില ഉള്ളി അരിയുമ്പോൾ ചില ഉള്ളികൾ കേട്ടോ, എല്ലാ ഉള്ളി അരിയുമ്പോൾ ഒന്നും കണ്ണെരിയില്ല. പക്ഷെ ചെറിയ ഉള്ളി അരിയുമ്പോൾ ചില സമയത്ത് കണ്ണെരിയും. അധികം വലിയ ഉള്ളി അരിയുമ്പോഴാണ് കണ്ണ് എരിയാറ് തോന്നുന്നുണ്ട് അല്ലേ. അങ്ങനെ ഉള്ളി അരിഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ കുറച്ച് മുളക് പൊടി നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എരി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ഇടാം. അപ്പോൾ ഞാൻ ചെറിയൊരു ഒരു 1.5 സ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടാം കേട്ടോ. അങ്ങനെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒഴിക്കായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. സൗണ്ട് പോയി. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പം എന്നിട്ട് അതിന് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടത് തിരുമ്മി ഇങ്ങനെ ഉടച്ചെടുക്കുക. ആ വെളിച്ചെണ്ണയും മുളക് പൊടിയും ഉപ്പ് കൂടി നന്നായിട്ട് ഉള്ളിയൊക്കെ അങ്ങനെ മിക്സായിട്ട് വരും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളിങ്ങ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ചിലർ പുളിങ്ങ ആഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ അതെടുത്തിട്ട് ചോറിലങ്ങോട്ട് കൂട്ടി കുഴച്ചിട്ട് അങ്ങോട്ട് ആ ഉരുളുണ്ടല്ലോ, എൻ്റെ റബ്ബേ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഓമക്കായൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി മിക്സാക്കിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നല്ല ഉരുളകളാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചെടുക്കാം. അപ്പോൾ രക്ഷയില്ല കേട്ടോ മക്കളെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ഒരു കൂട്ടാനോ ഇല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. പുളിങ്ങ കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതിലേക്ക് ബൈ.